From the following figures are supplied, the following figures are supplied to you. തന്നിരിക്കുന്ന ഐറ്റങ്ങൾ ഒന്ന് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. കപ്പാസിറ്റി സെയിൽസ് എന്ന് പറഞ്ഞാൽ മാക്സിമം സെയിൽസ് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പാസിറ്റി. വേരിയബിൾ കോസ്റ്റ് 0.35 35 പൈസയാണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. സെല്ലിംഗ് പ്രൈസ് എത്രയാ? ₹1 ആണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ തന്നത്. Then management is interested to know the profit or loss at 60%. 100% കപ്പാസിറ്റിയിൽ എത്ര ഉണ്ടാക്കുക? 4 ലക്ഷം ഉണ്ടാക്കുക. അപ്പൊ അവര് കപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുകയാണ്. 60% അവർ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യുകയാണെങ്കിൽ അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് എന്ത് ചെയ്യുന്നു? ₹1.5 കൂട്ടുകയും ചെയ്യുന്നുണ്ട്. സെല്ലിംഗ് പ്രൈസ് എത്രയാക്കുന്നുണ്ട്? ₹1.5 കൂട്ടുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എത്രയായിരിക്കും? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ capacity sales at 100% unit. Okay, capacity sales at 100%. 100% യൂണിറ്റ്. എത്ര യൂണിറ്റ് വിൽക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എത്ര സെയിൽസ് നടത്തുന്നത്? 4 lakh. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ₹1 ആണ് അല്ലേ? ഓക്കെ, അപ്പം ഒരു എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും? 4 lakh യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ? 4 lakh യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് എന്ത്? 100% കപ്പാസിറ്റി എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 60% കപ്പാസിറ്റി വേണം. സെയിൽസ് അറ്റ് 60% capacity is equal to 4 lakh into 60 divided by 100. അതായത് 4 lakh into 60 divided by 100. 4 lakh എത്ര യൂണിറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 624. എത്ര യൂണിറ്റ് വേണം? 240 യൂണിറ്റ് ആണ് എന്ത് ചെയ്യാൻ പറ്റുക? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഏത് കപ്പാസിറ്റിയില്? 60% കപ്പാസിറ്റി. ഇനി സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഓർക്കും വേണേ. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം നമ്മൾ സെയിൽസ് എഴുതുന്നു. സെയിൽസ് എത്ര യൂണിറ്റ് ആയിരിക്കും വെക്കുക? ഞാൻ ഹെഡിങ് എഴുതി പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് 60% കപ്പാസിറ്റി. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ സെയിൽസ് എത്ര യൂണിറ്റ് ആണ് നമ്മൾ കൊടുക്കുക? 2,40,000 യൂണിറ്റ് കൊടുക്കുക. എത്ര രൂപയ്ക്ക് കൊടുക്കുക? 1.50. 2,40,000 അതിന്റെ നേരെ പകുതിയും വരും അല്ലെ? ടോട്ടൽ എത്രയോ? 3,60,000 വരും. 2,40,000 ഇൻറ്റു 1.5 എത്ര വരിക? 3,60,000. 3,60,000 സെയിൽസ് ആയി. ഇനി ഇതിൽ നിന്ന് എന്താ കുറയ്ക്കേണ്ടത്? നമുക്ക് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കണം അല്ലെ? അപ്പൊ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് എത്ര എണ്ണത്തിന്റെ നമ്മൾ കുറയ്ക്കേണ്ടത്? 2,40,000 യൂണിറ്റ് അല്ലെ? അപ്പൊ 2,40,000 ഇൻറ്റു 0.35 അല്ലെ? 0.35 വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 84,000 കിട്ടും. കിട്ടും 84,000. അപ്പൊ നമുക്ക് എന്തിലേക്ക് എത്താൻ പോവാ നമ്മള്? യെസ്, കോൺട്രിബ്യൂഷനിലേക്ക് എത്തും. സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും അല്ലെ? സോ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു 2,76,000. 2,76,000. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺട്രിബ്യൂഷൻ കിട്ടി. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്താന്ന് കണ്ടുപിടിക്കാം അല്ലെ? അതിനെന്താ ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടത്? എന്താ കുറയ്ക്കേണ്ടത്? ലെസ് എന്ത്? യെസ്, ഫിക്സഡ് കോസ്റ്റ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ ഫിക്സഡ് കോസ്റ്റ്? സോറി, ഈ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത് 1 lakh ആണേ. 1 lakh ഉള്ളൂ കേട്ടോ. 1 lakh. അങ്ങനെയാണെങ്കിൽ 1 lakh ഇവിടെ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം അല്ലെ? ലെസ് 1 lakh. എത്ര വരും?
1,76,000. 1,76,000. ഇതാണ് എന്ത് പ്രോഫിറ്റ് അണ്ടർ 60% കപ്പാസിറ്റി. ഇതിപ്പോ 50% എന്നോ 40% എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? സെയിം ലോജിക് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം.